നമസ്കാരം. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് സർക്കാരിന് പിടിവാശിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനം. പ്രശ്നം ആവശ്യമില്ലാതെ വഷളാക്കുകയാണ്. ചില വിഭാഗങ്ങൾ എതിർപ്പ് ഉന്നയിക്കുകയും മുഖ്യമന്ത്രിയോട് ചിലർ പരാതി പറയുകയും ചെയ്തു. ആരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. ഇക്കാര്യത്തിൽ തന്നെ സർക്കാരിന് പിടിവാശിയില്ല. മുഖ്യമന്ത്രിയോട് ആലോചിച്ച് പരാതിക്കാരുമായി സംസാരിക്കാൻ തയ്യാറാണ്. മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. അരമണിക്കൂർ കൂടുതൽ പഠിപ്പിച്ചാൽ എന്താണ് പ്രശ്നം? അതൊക്കെ വലിയ കാര്യമാണോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. 15 മിനിറ്റ് എന്നൊന്ന് പറഞ്ഞാൽ വലിയ കാര്യമേയല്ല. ഇപ്പോൾ തന്നെ പല സ്കൂളിലും ഈ സമയക്രമീകരണം ഉണ്ട്. സർക്കാരിന്റെ നിർദ്ദേശമില്ലാതെയാണ് കൂടുതൽ സമയം പഠിപ്പിക്കുന്നത്. സമയം കൂടുതൽ വേണ്ട ഒരു കാലഘട്ടമാണ്. കായികം, കല, കൃഷി, സാമൂഹിക പ്രതിബദ്ധത തുടങ്ങി പഠിപ്പിക്കാൻ വേണ്ടി 1 മണിക്കൂർ കൂടി മാറ്റിവെക്കാൻ പോവുകയാണ്. ഇതൊക്കെ കൂടി ചേർന്നാൽ മാത്രമേ വിദ്യാഭ്യാസം പൂർണ്ണമാകൂ. എതിർപ്പുകൾ വന്നാൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സമസ്തയുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങിയേക്കുമെന്നാണ് സൂചന. സമയക്രമീകരണത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചർച്ച നടത്തുമെന്ന് ഇന്നലെ ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. സ്കൂൾ സമയമാറ്റത്തിന് വിമർശനവുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. രംഗത്തെത്തിയ തങ്ങളുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സ്കൂൾ സമയമാറ്റം രംഗത്തെത്തിയ തങ്ങളുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയുണ്ടാക്കിയിരുന്നു. സ്കൂൾ സമയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കുമെന്നും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാലുള്ള മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചുവെന്നും ജിഫ്രി തങ്ങൾ പറയുന്നു. സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ സ്കൂൾ സമയമാറ്റത്തിന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിമർശനം ഉന്നയിച്ചത് ശ്രദ്ധേയമായി മാറി. സ്കൂൾ നയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കുമെന്നും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാലുള്ള മാറ്റം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഇത് സംബന്ധിച്ചുള്ള നിവേദനം സമസ്ത മുഖ്യമന്ത്രിക്ക് നൽകി. സമസ്തയുടെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലെന്നും ജിഫ്രി തങ്ങൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. തീവ്രവാദം, ഭീകരവാദം എന്നീ ആക്ഷേപിക്കുന്ന സംഘടനകളുണ്ട്. സമസ്ത ഒരു തുറന്ന പുസ്തകമാണ്. മതമുള്ളവരും ഇല്ലാത്തവരുമാണ് രാജ്യത്താണ് നാം ജീവിക്കുന്നത്. വർഗീയ കലാപമോ അനൈക്യമുണ്ടാക്കാനായുള്ള പ്രവർത്തനമോ ഒക്കെ തന്നെയും സമസ്തയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ലെന്നും ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. സ്കൂൾ സമയമാറ്റം 12 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ മതപഠനത്തെ ബാധിക്കുമെന്ന് തങ്ങൾ പറയുന്നു. സ്കൂൾ സമയത്തിൽ അരമണിക്കൂർ വർദ്ധിപ്പിക്കുമ്പോൾ 12 ലക്ഷം വിദ്യാർത്ഥികളുടെ മതപഠനത്തെ അത് ബാധിക്കുമെന്നും ഇത് മനസ്സിലാക്കണമെന്നും ഇതിൽ മാറ്റമുണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകയാണെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി സമാഹരിച്ച 10 ലക്ഷം പേർ ഒപ്പിട്ട ഭീമഹർജി പരിപാടിയിൽ അവിടെ വെച്ച് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ നേതാക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു. എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. പഠനത്തിന് കൂടുതൽ സമയം വേണ്ട കാലഘട്ടമാണിത്. ക്ലാസുകളിലെ സമയത്തിന് 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റുമാണ് കൂട്ടിയത്. ഒരു ദിവസം തന്നെ അരമണിക്കൂർ കൂട്ടിയത് വലിയ കാര്യമാണോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ക്ലാസ് സമയം അരമണിക്കൂർ വർദ്ധിപ്പിച്ചതിനെതിരെ സമസ്ത അടക്കം പ്രതിഷേധവുമായി രംഗത്തു വന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം. ഇപ്പോൾ തന്നെ പല സ്കൂളിലും അധികൃതർ ഈ സമയം പാലിക്കുന്നുണ്ട്, അധിക സമയം പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊന്നും കുട്ടികളെ പഠിപ്പിക്കേണ്ടത് സർക്കാരിന് പറയാൻ പറ്റില്ലല്ലോ എന്ന് മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ തന്നെ സമയം പോരാത്ത നിലയിലുണ്ട്. കായിക രീതിയിലും എല്ലാ രീതിയിലും ഒക്കെ തുടങ്ങിയ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്കായിട്ടെല്ലാം സ്കൂളുകളിൽ സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞത്.